അദ്ദേഹം പറഞ്ഞ പോലെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട്, അത് കോൺഗ്രസിന് തീർക്കാനാകുന്നില്ല എന്ന് പറയുമ്പോൾ CPM-നകത്തെ പ്രശ്നം CPM-ന് തീർക്കാനാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കീഴ്ഘടകങ്ങളിൽ നിന്നും ഉയരുന്ന അതിരൂക്ഷ വിമർശനങ്ങളുടെ ഒരു സാഹചര്യത്തിൽ CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി ഗൗരവം കാണിച്ചില്ലെന്നും സംസ്ഥാന നേതൃത്വം പരാജയമാണെന്നും കുറ്റപ്പെടുത്തൽ. MP ഗോവിന്ദന്റെ ശൈലി പാർട്ടി ബന്ധുക്കളെ അകറ്റി. CPM നേതാക്കൾ V കുഞ്ഞികൃഷ്ണന് വോട്ട് മറിച്ചതായും പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായി. വോട്ട് ചോർത്തിയവരെ പുറത്താക്കണമെന്നും നിലവിലെ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ആവശ്യമുണ്ട്. CK വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. CK, കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചുവിടണമെന്ന് മറ്റു ജില്ലകളിൽ നടന്നിട്ടുള്ള തൃക്കരിപ്പൂരിൽ നടന്ന ചർച്ചയിലാണെന്ന് തന്നെ മനസ്സിലാക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് നിലവിലെ കമ്മിറ്റിക്ക് എതിരായിട്ടുള്ള വിമർശനം. സംസ്ഥാന നേതൃത്വത്തിനെതിരെ, അതായത് കേന്ദ്ര കമ്മിറ്റി പറയുന്നു സംസ്ഥാന നേതാക്കളെ മാത്രം, പിണറായിയിലും ഗോവിന്ദനിലും മാത്രം പഴി ചാരരുത് എന്ന് പറയുന്നിടത്താണ് വീണ്ടും ഇക്കാര്യങ്ങൾ സ്വയം വിമർശനം കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്, നേതൃത്വത്തിനെതിരെ ഉൾപ്പെടെ. 3 തരത്തിലുള്ള വിമർശനമാണ് ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ ഉണ്ടായത്. അതിലൊന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയെക്കുറിച്ച്, രണ്ടാമത്തേത് ജില്ലാ കമ്മിറ്റിയെക്കുറിച്ച്, 3 സംസ്ഥാന കമ്മിറ്റിയെക്കുറിച്ച്. ഈ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന്, അതായത് ഈ കണക്ക്, ഈ പ്രത്യേകിച്ച് ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചു എന്ന ഒരു പ്രചരണം വന്നാൽ, വിശ്വസനീയമായൊരു കാര്യം വന്നാൽ, പിന്നെ ആരാണ് പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, വൈകാരികമായ ചോദ്യമാണ് ഈ കമ്മിറ്റിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ഏരിയ കമ്മിറ്റിയിൽ ഉള്ള ആൾക്കാർ തന്നെ കുഞ്ഞികൃഷ്ണന് വേണ്ടി രഹസ്യമായി ജോലി ചെയ്തു, വോട്ട് പിടുത്തം നടത്തി. അങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ ജയിക്കുന്നത്. ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് പാർട്ടിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം പാടെ തകർന്നു. അതുമാത്രമല്ല, ഒരാൾ ഈ രീതിയിൽ സത്യസന്ധമായ കാര്യങ്ങളുമായി വന്നു കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ ഏരിയ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അതുമാത്രമല്ല, ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു സാഹചര്യത്തിൽ. അതായത് ഈ ഏരിയ കമ്മിറ്റി ഈ രീതിയിൽ കൊണ്ടുപോയാൽ അവരുടെ അഭിപ്രായം ഏരിയ കമ്മിറ്റിയുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്തരത്തിൽ തോൽവി ഉണ്ടായത് എന്നാണ്. അതായത് കുഞ്ഞികൃഷ്ണൻ ഇഫക്റ്റ് ഇല്ല എന്നും പകരം ഏരിയ കമ്മിറ്റിയുടെ സംഘടനാപരമായ വീഴ്ച, തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലുള്ള വീഴ്ച കാരണമാണ് പരാജയമെന്നുമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ജില്ലാ കമ്മിറ്റിയെക്കുറിച്ച് വരുമ്പോൾ, ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ഈ ഫണ്ട് മോഷണം നടന്നില്ല എന്ന് ഔദ്യോഗികമായി പല നേതാക്കൾ പല സ്ഥലങ്ങളിലായി പ്രഖ്യാപിച്ചു, പറഞ്ഞു. അതോടുകൂടി അതിൻ്റെ മുകളിലുള്ളൊരു ചർച്ച പോലും സാധ്യമല്ലാതായി. കണക്ക് പുറത്തുവിടില്ല എന്ന് പറഞ്ഞത് ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ കാരണമായി എന്നാണ്. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും വേണ്ട രീതിയിൽ ഈ കാര്യം ഗൗരവമായല്ല പരിഗണിച്ചത്. ഒരു ആരോപണം വന്നപ്പോൾ അതിന് വസ്തുതാപരമായി പരിശോധിക്കുന്നതിന് പകരം കുഞ്ഞികൃഷ്ണനെതിരായ നിലപാട് സ്വീകരിച്ചു. അതാണ് ജില്ലാ കമ്മിറ്റിക്കുണ്ടായ വീഴ്ച എന്ന് പറയുന്നത്. മൂന്നാമത്തെ സംസ്ഥാന കമ്മിറ്റിയെക്കുറിച്ചാണ്. അത് പറയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ വീഴ്ച സംഭവിച്ചു. ജനവികാരം മനസ്സിലാക്കാത്ത സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. അടിത്തട്ടിൽ നിന്നും പല ഘടകങ്ങളിൽ നിന്നും മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുൾപ്പെടെ എതിർപ്പുകൾ ഉണ്ടായിട്ടും ഭൂരിപക്ഷമില്ലാത്ത രീതിയിൽ സാഹചര്യം ഉണ്ടായിട്ട് കൂടി അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥികളായിരുന്നു തളിപ്പറമ്പിലെയും പയ്യന്നൂരെയും. അതുകൊണ്ടാണ് തോൽവിക്ക് കാരണം എന്ന രീതിയിലാണ് ചർച്ച. പ്രത്യേകിച്ച് MV ഗോവിന്ദനെ പേരെടുത്ത് MV ഗോവിന്ദൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും സംസാരവും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്നും ഏരിയ കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്.